Hi all, welcome to my channel. ഇന്ന് ഞാൻ സാരിയിലെ ഒരു എംബ്രോയ്ഡറി ഡിസൈനാണ് കാണിക്കുന്നത്. കോട്ട സാരിയിലാണ് ഞാൻ ഈ ചെയ്തേക്കുന്നത്. ഗ്രേ കളറിലെ കോട്ട സാരി. ഇതിൽ പിങ്ക് ഗ്രീൻ കളർ കോമ്പിനേഷനിലുള്ള എംബ്രോയ്ഡറിയാണ് ചെയ്തേക്കുന്നത്. ഞാൻ ഈ സാരിയിൽ രണ്ട് തരത്തിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒന്ന് വലുതായിട്ടും ഒന്ന് ചെറുതായിട്ടും. ഈ വലിയ ഡിസൈന് പകുതി മാത്രമായിട്ട് ചെയ്തേക്കുന്നതാണ് ഈ ചെറിയ ഡിസൈന്. വലിയ ഡിസൈനും ചെറിയ ഡിസൈനും ഇടവിട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. ഓരോ ഡിസൈനും തമ്മിൽ 15 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. മുകളിലോട്ട് ഉടുക്കുന്ന ഭാഗം വരുമ്പം അവിടെ ചെറിയ ഡിസൈൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവിടെ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നതല്ല, അതുകൊണ്ടാണ് ചെറിയ ഡിസൈൻസ് മാത്രമായിട്ട് ചെയ്തേക്കുന്നത്. ബാക്കിൽ പല്ലു നോക്കുകയാണെങ്കിൽ അവിടെ രണ്ട് അറ്റത്തായിട്ടും വലിയ ഡിസൈൻ ചെയ്തു. എന്നിട്ട് നടുക്കും സൈഡിലും എല്ലാം ചെറിയ ഡിസൈനുകളുമാണ് ചെയ്തേക്കുന്നത്. ബാക്ക് സൈഡിലോട്ട് വരുമ്പം ഈ ഡിസൈൻ തിരിയുന്നുണ്ട്. ഒരു സൈഡിലത്തെ നേരെ മിറർ വ്യൂവിലാണ് ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്തേക്കുന്നത്. ഈ ചെയ്തതിൻ്റെയൊക്കെ പുറകുവശം നോക്കിയാൽ അറിയാൻ പറ്റും, നൂലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നൊന്നുമില്ല. അങ്ങനെ ചെയ്യാതെയാണ് ഈ സ്റ്റെമ്മും ലീഫും ഒക്കെ തയ്ച്ചേക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് തയ്ക്കുന്നതെന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അതുകൊണ്ട് ആദ്യ അവസാനം വീഡിയോ മുഴുവൻ കാണുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ആദ്യം നമുക്ക് ബ്രാഞ്ചസ് ഒക്കെ സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് തയ്ക്കാം. 3 സ്ട്രാൻഡ്സ് ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റെം എല്ലാം തയ്ക്കുന്നത്. ഇതുപോലത്തെ കോട്ട സാരിയിലൊക്കെ തയ്ക്കുമ്പം വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അധികം വലിക്കുകയൊന്നും ചെയ്യരുത്. വലിച്ചു കഴിഞ്ഞാൽ തുണിയുടെ അവിടെ ചെറിയ ഹോള് പോലെ വീഴുകയൊക്കെ ചെയ്യും. ഇനി നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലീഫും ചെയ്യാവുന്നതാണ്. ലീഫ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്ത് നിർത്തിയെടുത്ത് തന്നെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് സൂചി ഇറക്കുക. എന്നിട്ട് ഇറക്കിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് സൂചി കോർത്ത് വലിച്ച് അവിടെ ലീഫ് ചെയ്യാനായിട്ട് ലേസി ഡേസി സ്റ്റിച്ച് ഉപയോഗിച്ച് ലീഫ് തയ്ക്കുക. ഇതുപോലെ ഒരു സൈഡിലത്തെ ലീഫ് ചെയ്ത് കഴിയുമ്പം ആ ലീഫിൻ്റെ നേരെ പുറകിൽ ഓപ്പോസിറ്റ് സൈഡിൽ വേണം അടുത്ത ലീഫ് തയ്ക്കാനായിട്ട്. അതാകുമ്പോൾ നമ്മൾ അടിയിൽ കൂടെ നൂല് വലിക്കുന്നത് കാണാതിരിക്കും. ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ ലീഫും ചെയ്തതിന് ശേഷം നേരെ പുറകിൽ തന്നെ സൂചി കോർത്ത് വലിക്കുക. എന്നിട്ട് ആ സ്റ്റെമ്മിൻ്റെ അവിടെ തന്നെ കുത്തിയിറക്കാം. ഇതാകുമ്പം നമ്മൾ ഈ ഇടയ്ക്കൂടെ നൂല് വലിക്കുന്നതൊന്നും പുറത്തുകൂടെ കാണാതിരിക്കും. ഓൾറെഡി ഇതൊരു കോട്ട സാരി ആണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പം അത് കാണാതിരിക്കാനായിട്ട് നേരെ പുറകിൽ കൂടെ തന്നെ ഇതെല്ലാം ചെയ്യുക. എന്നിട്ട് നേരെ മുന്നോട്ട് വന്ന് പഴയ പോലെ തന്നെ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് ഈ ബ്രാഞ്ചസ് എല്ലാം തയ്ക്കാം.
അടുത്തതായി നമുക്ക് പൂ തയ്ക്കാം. പൂ തയ്ക്കുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ടാണ്. 2 സ്ട്രാൻഡ്സ് ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പൂ തയ്ക്കുന്നത്.